ഹായ് ഹലോ ഗൈസ്, അപ്പോൾ രാവിലെ തന്നെ നമുക്ക് തുടങ്ങിയാലോ. ഭയങ്കരമായിട്ട് ലേറ്റായിട്ടാട്ടോ ഒന്ന് എണീറ്റിട്ടുള്ളത്. കാരണം മക്കൾക്ക് 2 പേർക്കും പനിയാണ്. അപ്പോൾ 2 പേര് സ്കൂളിലും മദ്രസിലൊന്നും പോകുന്നില്ല. അപ്പോൾ എന്തായാലും ലേറ്റായിട്ട് എണീച്ചതുകൊണ്ട് തന്നെ വേഗം ചായക്ക് വെള്ളം വെച്ച് കട്ടൻ ചായ ഇട്ടൊന്ന് പാൽ ചായ ആക്കുന്നില്ല. കാരണം 2 പേർക്കും കഫക്കെട്ടിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാല് നമുക്ക് താൽക്കാലികമായിട്ട് ഒഴിവാക്കാം. അപ്പോൾ കട്ടൻ ചായ വെച്ച് അതുപോലെ തന്നെ അമീറപ്പം ചൂടാൻ വേണ്ടിയിട്ട് മൈദയും മുട്ട വെള്ളമൊക്കെ ചേർത്ത് കലക്കി വെച്ച്, അതുപോലെ ഇന്നലത്തെ മീൻകറി നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പൊക്കെ ചുട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഈ കറി തന്നെ കേട്ടോ ഇഷ്ടമുള്ളത്. പ്രത്യേകിച്ച് ഇതിൻ്റെ പേര് അമീറാണെന്നുള്ളത് കൊയിലാണ്ടി, ഞാനിവിടെ ഇക്കാൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇവിടുത്തെ ഉമ്മയൊക്കെ പറയുന്നതാണ് കൊയിലാണ്ടിക്കാർ ഇതിന് അമീറപ്പം എന്നാണ് പറയാമെന്നൊക്കെ കേട്ടോ. എനിക്കറിയില്ല, ഞാനിവിടെ വന്നതിന് ശേഷമാണ് ഈ അപ്പം കാണുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് തേങ്ങാപ്പാലാണ്, അവർക്ക് അതാണ് ഇഷ്ടം. ഈ അപ്പത്തിന് ടേസ്റ്റ് കൂടുതൽ തേങ്ങാപ്പാലും മധുരമിട്ട് കഴിക്കുന്നതാണ് കേട്ടോ. പക്ഷേ എനിക്ക് പൊതുവേ മധുരത്തിനോട് താല്പര്യമില്ലാത്തതുകൊണ്ടിട്ട് ഞാൻ കറി കൂട്ടി കഴിക്കുന്നത് മാത്രം. ഇങ്ങനെ കുതിർത്തിട്ടാൽ നല്ല ടേസ്റ്റാണ്. 2-3-4 ഏത് കഴിക്കാത്ത മക്കളായാലും കഴിച്ചു പോകും. അങ്ങനെ ഞാനും എടുത്ത് ചായയൊക്കെ കുടിച്ച് പിന്നെ ശേഷം നമുക്ക് പിന്നെ ചായപ്പണി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ചോറിൻ്റെ പണിയിലോട്ട് കിടക്കണമല്ലോ. കാരണം കുട്ടികളുള്ളതുകൊണ്ട് തന്നെ ചോറ് എന്തായാലും വെക്കണം. അങ്ങനെ ചോറിൻ്റെ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് അരിയൊക്കെ കഴുകിങ്ങിട്ട് അത് തിളച്ചപ്പോൾ സിമ്മാക്കി അവിടെ വെച്ചിട്ടോ. ചോറത്തെ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഉപ്പേരിക്കായിട്ട് ക്യാരറ്റാണ്. അപ്പോൾ ക്യാരറ്റ് ഉള്ളിയും ഒക്കെ ഇട്ടെങ്ങാണ്ട് അങ്ങനെ ഒരു ഉപ്പേരി ആക്കി അവിടെ മാറ്റി വെച്ച്, പിന്നെ നമുക്ക് ഇന്ന് മോരുകറി ആട്ടോ ഉണ്ടാക്കുന്നത്. മീൻ ഇന്ന് ഉണ്ടാക്കുന്നില്ല, കുട്ടികൾക്കൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല മീൻ. അപ്പം മീൻ ഉണ്ടാക്കാണ്ട് മോരുകറി വെക്കുക, അതുപോലെ തന്നെ ചിക്കനും പൊരിക്കുക. അപ്പോൾ ചിക്കനൊക്കെ ഐസ് പോകാൻ വേണ്ടി ആദ്യം തന്നെ വെള്ളത്തിലിട്ട് മാറ്റി വെച്ചിട്ടോ. അതിനുശേഷം ഞാൻ മോരുകറിയൊക്കെ വെച്ച് പിന്നെ ചിക്കൻ മസാലയൊക്കെ തേച്ച് വെച്ചതിന് ശേഷം അടിക്കാനും തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു. ആ പണിക്കൊക്കെ നിന്നു. അങ്ങനെ അടിച്ച് വരുന്നതിൻ്റെ ഇടയിലൂടെ ഞങ്ങളെ കുതിരൻ്റെ കാലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. കുതിരൻ്റെ കാല് കുട്ടികളെ കളിച്ച് കുതിരൻ്റെ കാലൊക്കെ നഷ്ടപ്പെടുത്തി. എത്ര അടിച്ച് വാരി തുടച്ചാലും ഡെയിലി ഇതുപോലെ പേപ്പറോ മറ്റേ പെൻസിൽ കൂർപ്പിച്ചതൊക്കെ ഉണ്ടാവും. അതെല്ലാവരുടെ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ മക്കളുണ്ടാകുമ്പോൾ. അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. നല്ലോണം ചണ്ടി ഉണ്ടാവും. എത്ര ഡെയിലി ചെയ്താലും നല്ല വേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ അത് കഴിഞ്ഞ് തുടക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ പപ്പടം പൊരിച്ച്, അതിൻ്റെ കൂടെ തന്നെ പപ്പടം പൊരിച്ചതിന് ശേഷം തന്നെ ആ എണ്ണ തന്നെ ഇട്ടിട്ട് ചിക്കനൊക്കെ പൊരിച്ചെടുക്കുന്നത്. അതാവുമ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ. അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പണി അടുക്കള ക്ലീനാക്കണം, പാത്രം കഴുകണം. തുടക്കലൊക്കെ കഴിഞ്ഞതാണ്. പിന്നെ അതിന് ലാസ്റ്റാണ് ഞാൻ ചിക്കൻ പൊരിക്കാനും പപ്പടം പൊരിക്കാനൊക്കെ നിന്നത്. കാരണം പിന്നെ വെള്ളമൊക്കെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ചിക്കൻ പൊരിക്കുമ്പോൾ എല്ലായിടത്തേക്കും തെറിക്കും. ഞാൻ എത്ര തുടച്ചതാണെങ്കിലും എല്ലാ ഭാഗത്തേക്കും തെറിച്ച്. അങ്ങനെ ചോറായി, മോരുകറിയായി, പപ്പടമായി, ചിക്കൻ പൊരിച്ചതായി, ഉപ്പേരിയായി, എല്ലാം ആയി. ഇനി നമുക്ക് കഴിച്ചാൽ മതി. അപ്പം എന്തായാലും പോയിട്ട് കുളിച്ചിട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കുകയുള്ളൂ. കുളിയൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടാട്ടോ കുളിക്കാൻ പോയത്. അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഞങ്ങൾ 3 പേരും ചോറൊക്കെ കഴിക്കാനായിട്ട് നിന്ന്. മോരുകറി അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്, ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കണേ. എൻ്റെ ഫ്രണ്ട് പറഞ്ഞ റെസിപ്പിയാണ്. കായപ്പൊടിയും ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മോരുകറി വെക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.